ഹായ് ഹലോ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഒരു മുട്ടപ്പുട്ടാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിന് വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. ഈ 2 മുട്ട എടുത്തിട്ടുണ്ട്. 2 മുട്ട ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിനകത്ത് കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. തീരെ ചെറുതാക്കില്ല. ഇച്ചിരി വലിയ കഷ്ണങ്ങളാക്കി കിടക്കണം. നമുക്ക് ബാക്കി വരുന്ന പുഴുങ്ങുന്ന ബാക്കി വരുന്ന കഴിച്ചിന് ബാക്കി വരുന്ന പുട്ട് ഇതിനകത്ത് ഇങ്ങനെ തയ്യാറാക്കാം. ഇത് നമുക്ക് വഴറ്റി ഒരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇതിനകത്ത് കുറച്ച് സവാള ഇട്ട് കൊടുക്കാം. സവാള, പച്ചമുളക്, കറിവേപ്പില. ക്യാരറ്റ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ നല്ലതായിരിക്കും. ഈ ക്യാരറ്റ് ഇല്ല. തീ എപ്പോഴും ലോ ഫ്ലെയിമിലേ വെക്കാവൂ. ചെറുതായിട്ടേ വെക്കാവൂ. ഉള്ളി വഴറ്റി കഴിഞ്ഞ് ഇതിനകത്ത് ഇനി പൊടികളിടാം. ഇതിനകത്ത് 1/4 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മല്ലിപ്പൊടി, കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് കുരുമുളക് പൊടിയും ഇട്ടു. ഈ 1/4 സ്പൂൺ തന്നെ മല്ലിപ്പൊടിയും പിന്നെ 1/4 സ്പൂൺ തന്നെ ഗരം മസാലപ്പൊടിയും പിന്നെ കുറച്ച് മുളക് പൊടി മതി. ഈ ക്യാരറ്റ് ഇട്ടിട്ടില്ല. ക്യാരറ്റ് വേണമെങ്കിൽ എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ ക്യാരറ്റ് ചേർത്തില്ല. ഇനി നമ്മൾ വഴറ്റിയെടുത്ത് വെച്ച് മുട്ട ഇട്ട് കൊടുക്കുക. ഈ ലാസ്റ്റായിട്ട് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് നാരങ്ങ നീര്. ഇതാണ് ഇതിൻ്റെ ഫ്ലേവർ. ഉപ്പ് എത്ര വേണമെങ്കിലും ഇടാം. നമ്മുടെ പരുവത്തിനനുസരിച്ച് ഉപ്പിടാം. ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്.
കുറച്ച് പുട്ടിട്ട് കൊടുക്കാം. നമ്മൾ ബാക്കി വന്ന പുട്ടാണിത്. നല്ലോണം ഇളക്കി യോജിപ്പിച്ചു കൊടുക്കും. ഇതൊരു വലിയ പാടൊന്നുമില്ല, നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മുട്ടപ്പുട്ടാണ് നമ്മളിന്ന് തയ്യാറാക്കിയിരിക്കുന്നത്. ബാക്കിയൊക്കെ വരുന്ന പുട്ടുണ്ടെങ്കിൽ കളയാതെ ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചു നോക്കിയാൽ നല്ലതാണ്. അങ്ങനെ നമ്മുടെ മുട്ടപ്പുട്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലോട്ടാക്കാം. ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റാണ് മുട്ടപ്പുട്ട്. ഇതെല്ലാവർക്കും തയ്യാറാക്കാം, എളുപ്പത്തിലൊക്കെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. ബാക്കി വരുന്ന പുട്ടോ അല്ലെങ്കിൽ പുട്ട് പുഴുങ്ങിയിട്ടോ ഇങ്ങനെ ചെയ്തെടുക്കാം. വലിയ പാടൊന്നുമില്ല, കുറച്ച് ഐറ്റം ഇതിനകത്ത് ചേർത്താൽ മാത്രം മതി. ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി എല്ലാവരും ഒന്ന് കഴിച്ചു നോക്കുക. നല്ല ടേസ്റ്റാണ്, നല്ല ഒരു ടേസ്റ്റൊക്കെയാണ് ഇങ്ങനെ കഴിച്ചു നോക്കുക. എല്ലാവർക്കും ഈ റെസിപ്പീസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനെയുള്ള പുതിയ പുതിയ റെസിപ്പി ആയിട്ട് ഞാൻ നാളെ വരാം. എല്ലാവരും വീഡിയോ ഒക്കെ കണ്ട് ലൈക്കൊക്കെ ചെയ്യണം. എല്ലാവരും വീഡിയോയിലൊക്കെ ഒന്ന് ട്രൈ ഒക്കെ ചെയ്ത് നോക്കണം. അത് അടിപൊളി ടേസ്റ്റാണ്. മറ്റൊരു വീഡിയോയിൽ നാളെ വരാം. ഓക്കെ.